നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 785th day. Today 7th sloka of Pradhamaskandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 785 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ്ച ശനേയോധവ സംയുത ദ്വൈപായനാദിഭിർവിപ്രൈ പൂജിതേ പ്രതിപൂജിതേ. ഓം തത്സത്. ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ്ച ശനേയോദ്ധവ സംയുത ദ്വൈപായനാദിഭിർവിപ്രൈ പൂജിതേ പ്രതിപൂജിതേ. ഓം തത്സത്. ആമന്ത്ര്യ പദമിരിക്കേണ്ടത് ആമന്ത്ര്യ പാണ്ഡുപുത്ര ച ശനേയോധവ സംയുധ ദ്വൈപായനാദി വിർവിപ്രേ ദ്വൈപായനാദിഭി വിപ്രേ പൂജിതേ പ്രതിപൂജിതേ. അതായത് ആമന്ത്ര്യ യാത്ര പറഞ്ഞിട്ട് പാണ്ഡുപുത്രാൻ പാണ്ഡവന്മാരോട് പാണ്ഡുവിൻ്റെ പുത്രന്മാരോട് പാണ്ഡവന്മാരോട് ശനേയോദ്ധവ സംയുത ശനേയെ ഉദ്ധവൻ സംയുതം അതായത് സാത്യകി ഉദ്ധവർ ഇവരോട് ചേർന്നവനും പൂജിതേ പൂജിക്കപ്പെട്ടവരും ദ്വൈപായനാദിഭി വ്യാസർ ദ്വൈപായനൻ വ്യാസർ മുതലായവരുമായ വിപ്രേ ബ്രാഹ്മണന്മാരാൽ പ്രതിപൂജിക്കപ്പെട്ടവനുമായിട്ട്. പിന്നീട് അടുത്ത ശ്ലോകത്തിലാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. 7ഉം 8ഉം ശ്ലോകങ്ങൾ ഒന്നിച്ച് ചേർത്താലാണ് പൂർത്തിയായിട്ടുള്ള അർത്ഥം ലഭിക്കുക. വാക്യത്തിന് ഒരു വാക്യമാകുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് ആമന്ത്ര്യ യാത്ര അതായത് പാണ്ഡുപുത്രന്മാരോട് യാത്ര പറഞ്ഞിട്ട് ഉദ്ധവരും സാത്യകി മുതലായവരോട് ചേർന്നവനും പൂജിക്കപ്പെട്ടവനും ദ്വൈപായനൻ മുതലായ വ്യാസർ മുതലായവരുമായിട്ട് വ്യാസൻ മുതലായ ബ്രാഹ്മണന്മാരാൽ പ്രതിപൂജിതനുമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും യാത്ര പറഞ്ഞു പോവുകയാണ്. പാണ്ഡവന്മാരും കൗരവന്മാരുമായിട്ടുള്ള യുദ്ധം നടന്നത് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു. അതിനുശേഷം അശ്വത്ഥാമാവ് ചെയ്ത ക്രൂരതയും അശ്വത്ഥാമാവിന് ശിക്ഷ നൽകുന്നതും ഒക്കെ കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്കെല്ലാം മരിച്ചുപോയവർക്കെല്ലാം കർമ്മങ്ങൾ മുൻനിർത്തി നടത്തിക്കൊടുത്ത് അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പുറപ്പെടുന്ന ഭാഗമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഭഗവാൻ എല്ലാവരാലും പൂജിക്കപ്പെട്ട് ഉദ്ധവർ സാത്യകി എല്ലാവരോടും ചേർന്ന് ദ്വാരകയിലേക്ക് യാത്ര തിരിക്കുന്നതാണ് പറഞ്ഞത്. ശ്ലോകം ഒരിക്കൽ കൂടി. ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ ശനേയോധവ സംയുധ ദ്വൈപായനാദിഭിർവിപ്രൈ പൂജിതേ പ്രതിപൂജിത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.